നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് വേദി ഉണർന്നു. കലോത്സവ ലഹരിയിൽ ഇക്ബാൽ സ്കൂൾ. പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് മുമ്പിൽ സമീപവാസികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാക്കൾ. നോട്ട് പ്രതിസന്ധി, പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത്. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം. നീലേശ്വരത്ത് സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമിക് സമ്മേളനം 2017 ഫെബ്രുവരി 19 പടന്നയിൽ നടക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ആത്മയുടെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടോദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള രാജീവൻ സ്മാരക നാടകോത്സവത്തിന് തുടക്കം. വാർത്തകൾ വിശദമായി. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദി ഉണർന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ശനിയാഴ്ച സമാപിക്കും. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ സ്റ്റേജ് മത്സരങ്ങൾക്ക് ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വേദി ഉണർന്നു. 8 വേദികളിൽ 69 വിദ്യാലയങ്ങളിൽ നിന്നായി 3000-ഓളം കലാപ്രതിഭകളാണ് മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാനെത്തുന്നത്. സ്റ്റേജിന മത്സരങ്ങളുടെ ആദ്യ ദിവസമായ വ്യാഴാഴ്ച ശാസ്ത്രീയ സംഗീതം, കഥകളി സംഗീതം, ഭരതനാട്യം എന്നീ മത്സരങ്ങളാണ് ഒന്നാമത്തെ വേദിയിൽ നടന്നത്. വേദി 2-ൽ മോണോ ആക്ട്, ദഫുമുട്ട്, കോൽക്കളി, അർബനമുട്ട് എന്നീ മത്സരങ്ങളാണ് അരങ്ങേറിയത്. 3ാമത്തെ വേദിയിൽ വയലിൻ, ഓടക്കുഴൽ, തബല, ബ്യൂഗിൾ, തായമ്പക, ചെണ്ടമേളം, നാടോടി നൃത്തം എന്നീ മത്സരങ്ങളും അരങ്ങേറി. പൊന്നണിഞ്ഞ ഗ്രാമശ്രീനെത്തിയിൽ പുലരി പൊട്ടുവെക്കും നാട്ടിൽ മൺമഞ്ഞൾ പ്രസാദത്താൽ എല്ലാവർക്കും ഗുണം വരുത്താൻ തെയ്യങ്ങൾ ഉറഞ്ഞാടും നാട്ടിൽ തെങ്ങോല ചാമരം വീശും നേരം മങ്ങേലി പശുവിൻ കാതിൽ കാക്കനല്ലേ ാരം ചൊല്ലുന്ന നാട്ടിൽ നവരസത്തിരുവരങ്ങിൻ ജ്യോതിനി എങ്ങും നിറകതിർ ചൊരിയൂ മേഘജ്യോതിസായി നവരസത്തിരുവരങ്ങിൻ ജ്യോതിനി നിറകതിർ ചൊരിയൂ മേഘജ്യോതിസായി
ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് നിർവഹിച്ചു. ആ വിദ്യാർത്ഥികൾ തങ്ങൾ വലുതായി കഴിയുമ്പോൾ, ഇപ്പൊ തന്നെ അവർ വലുതായിട്ടുണ്ട്, വലുതായി കഴിയുമ്പോൾ അവർ നേടിയെടുക്കാൻ പോകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്. ആ സൗഭാഗ്യങ്ങളും സമ്പത്തും അവരെങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ഉത്തരം നമുക്ക് ലഭിച്ചു എന്ന് വരില്ല. ഞാൻ നേരത്തെ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ വളരെ കൃത്യമായി പറയുന്നു, വമാ ഖലഖതും മിനൽ ജിന്നി വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത്, ജിന്നിനെ ഞാൻ സൃഷ്ടിച്ചത്, ഇതിനെ രണ്ടിനെയും ഞാൻ സൃഷ്ടിച്ചത് എന്നെ സേവിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സാധാരണ ഐക്യുവിനെ കൂടിയ ആളുകളില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ഈ പ്രപഞ്ചമാകെ അണ്ടകടാഹമാകെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് വളരെ നിസ്സാരരായ നമ്മുടെ സേവനം എന്തിനാണ് ആവശ്യം എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും വരും. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ അധ്യക്ഷനായി. എം.എ. അബ്ദുൾ ഹാഫീസ്, അനിത ഗംഗാധരൻ, സൈനബ, കുഞ്ഞാമിന, പാർവതി, കെ.പി. പ്രകാശ് കുമാർ, ശ്രീധരൻ കെ, എം. ഹമീദാജി, അഹമ്മദ് കിർമാണി, എം.വി. പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു. മത്സര വിജയികൾക്കു നൽകാനായുള്ള ട്രോഫികളാണ് കലോത്സവ നഗരിയിലെ പ്രധാന ആകർഷണം. കലോത്സവ നഗരിയിലെ വിശേഷങ്ങളിലേക്ക്. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന്റെ മത്സരവേദികളിൽ മത്സരങ്ങൾ തകൃതിയായി നടക്കുകയാണ്. അതിനിടയിൽ ട്രോഫി കമ്മിറ്റി ഭാരവാഹികൾ ട്രോഫി ഒരുക്കുന്ന തിരക്കിലാണ്. നമുക്ക് ഭാരവാഹികളോട് തന്നെ ചോദിക്കാം ഇതിനെക്കുറിച്ച്. 3000-ലേറെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമേളയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ 70ഓളം റോളിംഗ് ട്രോഫിയും 1300-ൽ പരം ഇൻഡിവിജ്വൽ ട്രോഫികളുമാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം ഗ്രൂപ്പ് ഇനങ്ങളിലും സിംഗിൾ ഇനങ്ങളിലും മത്സരിക്കുന്ന വിജയികൾക്ക് മുഴുവൻ ഇൻഡിവിജ്വൽ ട്രോഫിയും അതുപോലെ സ്കൂളുകൾക്കും ഗ്രൂപ്പ് ഇനത്തിൽ ഓവറോൾ റോളിംഗ് ട്രോഫികളും നൽകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്കുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റമറ്റ രീതിയിൽ ഇത് നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനായി ഒരുപാട് വ്യക്തികളും സ്ഥാപനങ്ങളും നമ്മളുമായി സഹകരിച്ചിട്ടുണ്ട്. ഈ ട്രോഫികൾ സ്പോൺസർ ചെയ്യാനും മറ്റുമായി അവരെല്ലാം ഈ ഘട്ടത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ബേക്കൽ ഉപജില്ലാ കലോത്സവം 2ാം ദിവസം പിന്നിട്ടു. കലോത്സവ നഗരിയിലെ ഭക്ഷണശാല സംഘാടകരുടെ പ്രവർത്തന മികവുകൊണ്ട് ശ്രദ്ധേയമാകുന്നു. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവം 2 ദിവസങ്ങളിലായി ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ്. ഞാനിപ്പോൾ ഭക്ഷണശാലയിലാണുള്ളത്. കലോത്സവ നഗരിയിലെ പ്രധാന ആകർഷണം തന്നെ ഇവിടുത്തെ ഭക്ഷണമാണെന്ന് തോന്നുന്നു. കാരണം അത്രയും ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണെങ്കിലും അത്രയും ചിട്ടവട്ടങ്ങളോട് കൂടിയാണ് ഇവർ ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇതിന്റെ സജ്ജീകരണങ്ങൾ എന്ന കാര്യങ്ങളെക്കുറിച്ച്. സർ, എങ്ങനെയായിരുന്നു ഇതിന്റെ ഭക്ഷണ കാര്യങ്ങൾ? ഇപ്പോൾ ആദ്യത്തെ ദിവസം 1500 പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇന്ന് കലോത്സവത്തിൻ്റെ 2ാം ദിവസമാണ്. ഇന്ന് 2ാം ദിവസം 3000 പേർക്കാണ് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്നെങ്കിലും നമ്മുടെ ഭക്ഷണത്തിന് ഇതൊന്നും ഒന്നും ബാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കുടുംബശ്രീയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. കുടുംബശ്രീക്കാരാണ് ഇപ്പോൾ ഇത് എല്ലാം വിളമ്പുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാനാണ് വേണുമാഷ്. ചെയർമാൻ വാർഡ് മെമ്പറായ ഞാനാണ്. അതുപോലെ തന്നെ കൺവീനർ വേണുമാഷാണ്. വേണുമാഷായ നമ്മൾ ഇപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്താണെങ്കിലും നമ്മൾ മുൻകരുതൽ നേരത്തെ തന്നെ എല്ലാ കാര്യങ്ങളും മുൻധാരണ ഉണ്ടായതോടു കൂടെയാണ് ഈ ഭക്ഷണം ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാളെ 3ാമത്തെ ദിവസമാണ്. 3ാമത്തെ ദിവസം 3500-ൽ പരം ആൾക്കാണ് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കലോത്സവത്തിന്റെ 4ാം ദിവസമായ ശനിയാഴ്ച 5000-ൽ പരം ആളുകൾക്കാണ് ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ഭക്ഷണം വിളമ്പുന്നതും അതിനൊക്കെ നല്ല ചിട്ടയും അതുപോലെ ഹെൽത്തിന്റെ എല്ലാ ഇതും കൂടിയാണ് ഞങ്ങളിവിടെ ഭക്ഷണം തയ്യാറാക്കിയതും അതുപോലെ തന്നെ വിളമ്പി കൊടുക്കുന്നതും. അതുപോലെ തന്നെ എല്ലാവർക്കും ഭക്ഷണം കിട്ടത്തക്ക രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. നമ്മുടെ പാചകക്കാരനായ മാധവൻ നമ്പൂതിരിയാണ്. അവരാണ് ഈ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യുന്നത്. ഇതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കുടുംബശ്രീ പ്രവർത്തകരാണ് ചെയ്യുന്നത്. ഇന്നലെ 15ാം വാർഡിന്റെ കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ ഇന്നും നാളെയും 16ാം വാർഡ് മറ്റന്നാൾ 17ാം വാർഡിന്റെ മുഴുവൻ കുടുംബശ്രീ പ്രവർത്തകരും ഇതിന്റെ എല്ലാ കാര്യത്തിലും സജീവമായി സഹകരിക്കുന്നുണ്ട്. പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് മുമ്പിൽ സമീപവാസികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ
സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സ്ഥലം MLA കെ കുഞ്ഞിരാമൻ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായി BJPയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രചരണം വ്യാപകമായി നടക്കുകയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് സ്ഥലം MLA കെ കുഞ്ഞിരാമൻ മുൻകൈയെടുത്ത് ദളിത് വിഭാഗങ്ങൾ നടത്തിവരുന്ന സമരം അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തിൻ്റെ അകത്തുള്ള കുറച്ച് കുടുംബങ്ങൾ, ആ കുടുംബങ്ങളാണ് ആ സമരത്തിന് പങ്കെടുക്കുന്നത്. ആ കുടുംബങ്ങൾ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ആ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. സ്ഥലം MLA ശ്രീ കെ കുഞ്ഞിരാമനും ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം MLA എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള ദളിത് വിഭാഗം ഉന്നയിക്കുന്ന ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ട് അദ്ദേഹത്തിന് ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇടപെടണം എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടവും സർവകലാശാല അധികൃതരും തമ്മിലുണ്ടാക്കിയ കരാർ അനുസരിച്ച് ഭൂമി ജില്ലാ ഭരണകൂടവും വീടും അതോടനുബന്ധിച്ച മറ്റ് കാര്യങ്ങൾ സർവകലാശാലയും ചെയ്തു നൽകുമെന്നാണ് തീരുമാനം. എന്നാൽ വസ്തുത ഇതായിരിക്കെ പരിസരവാസികൾ നടത്തിവരുന്ന സമരം അംഗീകരിക്കാനാവില്ല. സർവകലാശാലയ്ക്കകത്ത് കുറച്ച് കുടുംബങ്ങൾ വീട് വെച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ഇവരെയൊക്കെ പുനരധിവസിപ്പിക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനാണെന്നും ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിന് പുറമെ ജില്ലാ വൈസ് പ്രസിഡന്റ് നഞ്ചുൽ കുഞ്ഞിരാമൻ, BJP ഉദുമ നിയോജക മണ്ഡലം പ്രസിഡന്റ് KT പുരുഷോത്തമൻ, P രമേശ് തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷിക വികസന കാർഷികക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ആത്മയുടെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടം കൃഷിമന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ജൈവ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അവാർഡ് ദാനവും നടന്നു. കറന്തക്കാടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം വ്യാഴാഴ്ച നടന്ന ചടങ്ങിൽ വെച്ചാണ് ആത്മ പ്രോജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടത്തിന്റെയും ജൈവ കൃഷി പരിശീലന കേന്ദ്രത്തിന്റെയും RATTC ഉപകേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തത്. കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. പലപ്പോഴും പല പ്രോജക്റ്റുകളുടെയും പ്രശ്നം കെട്ടിടങ്ങൾ കൂടുതൽ നിർമ്മിക്കുക എന്നുള്ളതാണ്. പക്ഷെ കെട്ടിടങ്ങളെക്കാൾ ഉപരിയായി പല കെട്ടിടങ്ങളും നിർമ്മിച്ച പല കെട്ടിടങ്ങളും അവിടെ കിടക്കുകയാണ്. ഞങ്ങളിപ്പോൾ രാവിലെ പോയ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഉപകേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ പല കെട്ടിടങ്ങളും വെറുതെ കിടക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ആരും ജോലിക്ക് പോലും വരുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി. കാസർഗോഡ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു പ്രശ്നം പോലെയാണ്. എന്തായാലും കൃഷി വകുപ്പ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൃഷി വകുപ്പിൽ ഡെപ്യൂട്ടേഷൻ പരിപാടി അവസാനിപ്പിക്കാൻ പോവാണ്. കാസർഗോഡായിട്ട് ബന്ധപ്പെട്ട് ഒരാളും കൂടെ ബാക്കിയുള്ളത് കൂടെ അവസാനിപ്പിക്കുക അടിയന്തരമായിട്ട്. ഒരാളും ഡെപ്യൂട്ടേഷൻ ചോദിച്ച് എൻ്റെ ഓഫീസിലേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാരും കാസർഗോഡ് ജോലിയുണ്ട്, ഒരു കാസർഗോഡ് തന്നെ ജോലിയാണ്, അല്ലെങ്കിൽ രാജിവെച്ച് വേറെ പണിക്ക് പോയിട്ടുള്ളൂ. അത് ഇന്നടുത്ത ജോലിയുള്ളൂ എന്ന് തീരുമാനിക്കുന്ന സംവിധാനങ്ങൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അവസാനിപ്പിക്കണം. NA നെല്ലിക്കുന്ന് MLA അധ്യക്ഷത വഹിച്ചു. കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ ബിജു പ്രഭാകർ, കൃഷി അഡീഷണൽ ഡയറക്ടർ AM സുനിൽകുമാർ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P പ്രദീപ്, മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, ജില്ലാ കളക്ടർ K ജീവൻ ബാബു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ് തുടങ്ങി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 2015-16 വർഷം നടപ്പിലാക്കിയ പച്ചക്കറി കൃഷി വികസന പദ്ധതി, കാർഷിക വിജ്ഞാന വ്യാപന പദ്ധതി എന്നിവയുടെ ജില്ലാതല അവാർഡ് ദാനവും ചടങ്ങിൽ വെച്ച് മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. മികച്ച കർഷകൻ, വിദ്യാർത്ഥി, പച്ചക്കറി ക്ലസ്റ്റർ, സ്കൂൾ, സ്ഥാപന മേധാവി, അധ്യാപകൻ, കൃഷി ഡയറക്ടർ, കൃഷി അസിസ്റ്റന്റ്, സർക്കാർ സ്ഥാപനം, സ്വകാര്യ സ്ഥാപനം എന്നിവർക്കാണ് അവാർഡുകൾ ഏർപ്പെടുത്തിയത്. നോട്ട് പ്രതിസന്ധി, വ്യാപാരികളും പ്രതിഷേധവുമായി രംഗത്ത്. ചെറുവത്തൂരിൽ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാർ 500-1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായ സമിതി ബുധനാഴ്ച കരിദിനം ആചരിച്ചു. ഏരിയ കേന്ദ്രങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
നോട്ട് നിരോധനത്താൽ കടുത്ത പ്രതിസന്ധിയാണ് വ്യാപാര മേഖലയിൽ ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ സമിതി ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുവത്തൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു. അവരുടെ മനോഭാവവും അവരുടെ പ്രതികരണവും എന്തായിരിക്കുമെന്ന് നാം ഓരോരുത്തരും അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, 2016 നവംബർ മാസം 8-ാം തീയതി ഏതാണ്ട് ഒരു 8 മണിയോടുകൂടിയാണ് ഇന്ത്യയുടെ കരുത്തനായ പ്രധാനമന്ത്രി എന്ന് പലപ്പോഴൊക്കെ ചില വാർത്താ മാധ്യമങ്ങളൊക്കെ പറയുന്ന ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്ന നരേന്ദ്രമോദി അച്ചാദിനായി പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യത്തെ കറൻസിയുടെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിലേക്ക് 1000 രൂപ നോട്ടും 500 രൂപ നോട്ടും കൊടുന്നതിന് ഒരു മുന്നറിയിപ്പില്ലാതെ ഒരു വിവരവും കൊടുക്കാതെ വാർത്താ മാധ്യമങ്ങൾ കൂടി പ്രഖ്യാപിക്കുക. നാരായണൻ ചാനൊടുക്കം അധ്യക്ഷത വഹിച്ചു. ടി.വി. ബാലൻ, സി. സഹദേവൻ, കെ.വി. കുഞ്ഞികൃഷ്ണൻ, കെ. മധു തുടങ്ങിയവർ സംസാരിച്ചു. പ്രശാന്ത് പുത്തിലോട്ട് സ്വാഗതം പറഞ്ഞു. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ജേഴ്സി നൽകിക്കൊണ്ട് കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ് പ്രവർത്തകർ മാതൃകയായി. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും ജേഴ്സി നൽകിക്കൊണ്ട് കാഞ്ഞങ്ങാട് ഷട്ടിൽ ബാഡ്മിന്റൺ ക്ലബ് പ്രവർത്തകർ മാതൃകയായി. സ്കൂൾ അസംബ്ലിയിൽ വെച്ച് KSBC പ്രസിഡന്റ് സി. സുലൈമാൻ ഹാജി കുട്ടികൾക്ക് ജേഴ്സി വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് MK വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മാസ്റ്റർ വി. രവി സ്വാഗതം പറഞ്ഞു. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി നീലേശ്വരത്ത് സഹകരണ സെമിനാർ നടത്തി. പ്രമുഖ സഹകാരികളെ ആദരിച്ചു. ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയനും നീലേശ്വരം സർവീസ് ബാങ്കുമായിരുന്നു സംഘാടകർ. 63ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന് നവംബർ 14 മുതൽ തുടക്കമായിരിക്കുന്നു. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് ഹോസ്ദുർഗ് സർക്കിൾ സഹകരണ യൂണിയന്റെയും നീലേശ്വരം സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സഹകരണ സെമിനാറും സഹകാരികളെ ആദരിക്കലും സംഘടിപ്പിച്ചത്. നീലേശ്വരം NK ബാലകൃഷ്ണൻ മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ജനകീയ ആസൂത്രണ പ്രസ്ഥാനമാണ് സാമ്പത്തിക രംഗത്ത് ഒരർത്ഥത്തിൽ അന്നത്തെ സഹകരണ സ്ഥാപനങ്ങളും അതിന്റെ ആദ്യ പതികന്മാരും ആദ്യ നായകന്മാരും ഒക്കെ തന്നെ നിർവഹിച്ചു. നമുക്കറിയുന്നതല്ലേ, NK ബാലകൃഷ്ണനെ പോലെയുള്ള TK ചന്ദ്രനെ പോലെയുള്ള അതുപോലെ തന്നെ നമ്മുടെ PV അപ്പൻകുട്ടിയെ പോലെയുള്ള അന്നത്തെ ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ ആദ്യ നായകന്മാരും ആദ്യ പതികന്മാരുമായി തന്നെ ഇടപെട്ട് സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് അന്നവര് മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ട് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് കഞ്ഞിവെള്ളം മാത്രം കുടിച്ചുകൊണ്ട്. M. രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. KR കണ്ണൻ, TV കോരൻ, P. കുഞ്ഞിരാമൻ നായർ, P. അമ്പാടി, M. കുമാരൻ തുടങ്ങിയവരെ K. രവീന്ദ്രൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. എറുവാട്ട് മോഹനൻ, KP നാരായണൻ, മാമുനി വിജയൻ, A. ദാമോദരൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് നടന്ന സെമിനാറിൽ AV വാമനകുമാർ വിഷയാവതരണം നടത്തി. P. രാധാകൃഷ്ണൻ നായർ സ്വാഗതവും P. കുഞ്ഞുമൊയ്തീൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് 17 മുതൽ 20 വരെ തീയതികളിലായി രാജീവൻ സ്മാരക നാടകോത്സവം നടക്കും. ആർട്ട് ഫോറത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് പരിപാടി നടക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം നിർവഹിക്കും. കാഞ്ഞങ്ങാട്ടെ ആദ്യത്തെ കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി TK കുഞ്ഞിരാമൻ അധ്യക്ഷനാവും. ഇന്ന് രാത്രി 7 മണിക്ക് തിരുവനന്തപുരം സൗപർണികയുടെ കണ്ണാടി കടവത്ത് നാടകം അരങ്ങേറും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ AV രാമകൃഷ്ണൻ, K. ദിനേശൻ, M. ബാലചന്ദ്രൻ, C. നാരായണൻ, ചന്ദ്രൻ അലാംപള്ളി, V. സുരേഷ് മോഹൻ, A. അംബുജാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരുന്നു. ജമാഅത്ത് ഇസ്ലാമിക് സമ്മേളനം 2017 ഫെബ്രുവരി 19 പടന്നയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ സമ്മേളന പ്രഖ്യാപനം നവംബർ 19 മേൽപ്പറമ്പിൽ നടക്കും.
ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ സമ്മേളനം നടത്തുന്നത്. നവംബർ 19 മേൽപ്പറമ്പിൽ നടക്കുന്ന സമ്മേളന പ്രഖ്യാപനം സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. 2017 ഫെബ്രുവരി 19 ചെറുവത്തൂരിനടുത്ത പടന്നയിലാണ് സമ്മേളനം നടക്കുന്നതെന്ന് ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2017 ഫെബ്രുവരി 19 പടന്നയിൽ സംഘടിപ്പിക്കും. ഇസ്ലാം സന്തുലിതമാണ് എന്ന പ്രമേയത്തിലാണ് സമ്മേളനം. സമ്മേളന പ്രഖ്യാപനം നവംബർ 19 മേൽപ്പറമ്പിൽ നടക്കും. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന ഉപാധ്യക്ഷൻ പി മുജീബർ റഹ്മാൻ സമ്മേളനം പ്രഖ്യാപനം നിർവഹിക്കും. സലീം അമ്പാട് പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കും. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി, ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഇസ്മായിൽ, സമ്മേളന ജനറൽ കൺവീനർ അഷ്റഫ് ബായാർ, CA മൊയ്തീൻ കുഞ്ഞി, ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് സക്കീന അക്ബർ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് CA യൂസുഫ്, SIO ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ ആലങ്കോൽ, GIO ജില്ലാ പ്രസിഡന്റ് ഷഫിന മൊയ്തു തുടങ്ങിയവർ സംബന്ധിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. ഏരിയാതല പ്രചരണ പരിപാടിയുടെ ഉദ്ഘാടനം ഈ മാസം 23 തൃക്കരിപ്പൂരിലും 26 ബദിയടുക്കയിലും 30 പള്ളിക്കരയിലും നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഡിസംബർ 24 വിദ്യാർത്ഥി യുവജന കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി, കൺവീനർ അഷ്റഫ് ബായാർ, CA മൊയ്തീൻ കുഞ്ഞി, BK മുഹമ്മദ് കുഞ്ഞി, അബു ത്വായി, ഷഫീഖ് നസറുള്ള, റാഷിദ് മൊഹിദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജിൽ വെച്ചായിരുന്നു സെമിനാർ നടന്നത്. ജോയിന്റ് ഡയറക്ടർ K സുരേന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ R മുരളീധരൻ അധ്യക്ഷനായി. K വിശ്വനാഥൻ, ജയരാജൻ, TP സുനിൽകുമാർ, ജിതിൻ, പ്രീതി തുടങ്ങിയവർ സംസാരിച്ചു. KV നാരായണന്റെ 9ാം ചരമവാർഷികം സംഘടിപ്പിച്ചു. പൊതുയോഗവും നടന്നു. KV നാരായണന്റെ 9ാം ചരമവാർഷികവും അനുസ്മരണ പൊതുയോഗവും കോവൽ സ്റ്റോറിൽ നടന്നു. OK വാസു ഉദ്ഘാടനം നിർവഹിച്ചു. ആ മുന്നറിയിപ്പിന് നടപടിയെടുക്കാൻ സാധിച്ചോ? ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഇവിടുത്തെ ഇന്റലിജൻസിന് സാധിച്ചോ? അവസാനം പാകിസ്ഥാന്റെ ഭീകരന്മാർ വ്യോമസേനാ താവളത്തിൽ കയറി. അവർ മുഖ്യ സ്ഥിരാകേന്ദ്രത്തിന്റെ 200 മീറ്റർ അടുത്ത് വരെ എത്തി. അവർ തുരുതുര വെടിവെപ്പ് തുടങ്ങി. പകച്ചുപോയില്ലേ? വ്യോമസേന താവളത്തിലെ പട്ടാളക്കാരും അതുപോലെ തന്നെ ഇതിനെ നിയന്ത്രിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ രാജ്യരക്ഷാ മന്ത്രിയും നരേന്ദ്രമോദിയും. ആ പട്ടാള ക്യാമ്പിന്റെ വ്യോമസേനാ താവളത്തിന്റെ 100 മീറ്റർ അപ്പുറം മറ്റൊരു താവളമുണ്ട്, ഇന്ത്യയുടെ കരസേനയുടെ. ആ കരസേനയുടെ താവളത്തിലെ ഈ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഈ ഭീകരവാദികളെ നേരിടാൻ സാധിക്കുമായിരുന്നിട്ടും ഈ ഭീകരവാദികളെ നേരിടാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് കമാൻഡോകളെ NSG കമാൻഡോകളെ അയക്കുകയായിരുന്നു നരേന്ദ്രമോദി ചെയ്തത്. ലോക്കൽ സെക്രട്ടറി V സുകുമാരൻ അധ്യക്ഷനായി. CPM കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി P നാരായണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. KV ദാമോദരൻ, പ്രിയേഷ് കാഞ്ഞങ്ങാട്, K കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. N ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആന്തരികമായി കാരുണ്യമുള്ള ഒരു മനസ്സിന്റെ ഉടമയായി മാറുന്നു എന്ന തിരിച്ചറിവുമായി ഒരു കാരുണ്യ പ്രവർത്തനം. സ്വന്തം ദുഃഖം പോലും മറന്ന് വെള്ളച്ചാലിലെ ബിജു ചക്രക്കസേരയിലെത്തിയത് ഹൃദയവാൽവ് ചുരുങ്ങുന്ന രോഗവുമായി കഴിയുന്ന നീലേശ്വരം കണിച്ചിറയിലെ ഷിജുവിന് സാന്ത്വനവുമായി. മനുഷ്യ മനസ്സിൽ നിന്ന് കാരുണ്യം അകന്നു പോകുന്ന കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. സ്വന്തം രക്ഷിതാക്കളോടും സഹധർമ്മിണിയോടും മക്കളോട് പോലും കാരുണ്യം കാണിക്കാത്ത ഈ ആസുര കാലത്താണ് സ്വന്തം ദുഃഖം പോലും മറന്ന് മറ്റൊരാൾക്ക് സാന്ത്വനവുമായി എത്തിയ വെള്ളച്ചാലിലെ ബിജു എന്ന മനുഷ്യൻ നമ്മുടെ മനസ്സിൽ കുടിയേറുന്നത്. സാക്ഷ്യം എന്ന പരിപാടിയിലൂടെ സീനറ്റ് ചാനൽ പ്രേക്ഷകരിലെത്തിച്ച നീലേശ്വരം കണിച്ചിറയിലെ ഷിജുവിനെ കാണാൻ അരക്ക് താഴെ തളർന്ന ബിജു എത്തിയത് ചക്രക്കസേരയിലായിരുന്നു. കരുണ പാലിയേറ്റീവ് സൊസൈറ്റിയും സീനറ്റ് ചാനലുമാണ് മനസ്സിന് കുളിരു പകർന്ന ഈ ചടങ്ങിന് വേദിയൊരുക്കിയത്. നീലേശ്വരം നഗരസഭാ കൗൺസിലർ K കുഞ്ഞികൃഷ്ണന്റെ അധ്യക്ഷതയിൽ പിലിക്കോട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബിജുവിനെ നിങ്ങൾ കണ്ടു. ഇപ്പൊ ബിജു വരാണ്ടത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലായില്ല. 3-4 വർഷമായിട്ട് ബിജു ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്ത് ജനകീയ സമിതി ചെയ്യുന്നതിനേക്കാളും കാര്യം. പക്ഷേ നമ്മൾ പഞ്ചായത്ത് സമിതിയായിട്ട് പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടാണ് ബിജു ചെയ്യുന്നതെങ്കിൽ വലിയൊരു തന്നെയാണ് ബിജു നിർവഹിച്ചു വരുന്നത്.
എത്രയോ രോഗികൾക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100-100ഓളം വീൽ ചെയർ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ കിടപ്പിലായ അരക്ക് താഴെ തളർന്ന് കിടപ്പിലായ കുറേ ആൾ 100-100ഓളം വീൽ ചെയർ പല സോഴ്സ് ഉപയോഗിച്ചില്ല. അതുകൊണ്ട് ബിജു എന്നല്ല ഈ നിലയിൽ അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു 100-100ഓളം വീൽ ചെയറുകൾ. അതുപോലെ ഇപ്പോൾ സ്ഥിരമായിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ മാസവും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഭക്ഷണ കിറ്റ് കൊടുക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. ബിജുവിൻ്റെ കുറേ കാര്യങ്ങൾ പറയും. അങ്ങനെയുള്ള കുറേ കുടുംബങ്ങൾ ഇന്നും നമ്മുടെ കിഴക്കോട് പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും അത് കേവലം ബിജു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കേവലം കിഴക്കോട് പഞ്ചായത്ത് മാത്രമല്ല മറ്റ് പഞ്ചായത്തിൽ ഇങ്ങനെ അത്യാവശ്യം വരുന്ന കാര്യങ്ങളിലേക്ക് ഇടപെടാനൊരു മനസ്സ് വലിയൊരു മനസ്സ് തന്നെയാണ്. വേദനകൾ തിന്നു ജീവിക്കാൻ വിധിക്കപ്പെട്ട അനേകായിരങ്ങളിൽ ഒരാൾക്കെങ്കിലും ഒരു വാക്കിനാലോ പുഞ്ചിരിയാലോ ഹൃദ്യമായ പെരുമാറ്റത്തിലൂടെയോ ഒരു കൈ സഹായത്താൽ സാന്ത്വനമരുളാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ മഹത് കർമ്മമെന്ന് വെളിവാക്കിയാണ് ബിജു സഹായധനം ഷിജുവിന് കൈമാറിയത്. ഹൃദയവാൽവ് ചുരുങ്ങുന്ന രോഗവുമായി കഴിയുന്ന ഷിജു ചക്രക്കസേരയിലെത്തിയ ബിജുവിൽ നിന്ന് സഹായധനം ഏറ്റുവാങ്ങിയപ്പോൾ ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചവരുടെയെല്ലാം കണ്ണുകൾ നനയുകയായിരുന്നു. സഹജീവി സ്നേഹത്തിന്റെ നനുത്ത ഓർമ്മകൾ നെഞ്ചിൽ പേറി നടക്കുന്ന ബിജു മറ്റുള്ളവരെ സഹായിക്കാനെത്തുന്നത് ആദ്യമായല്ല. താൻ നേതൃത്വം നൽകുന്ന കൂട്ടായ്മയുണ്ടാക്കുന്ന സോപ്പ് പൊടി, ഫിനോയിൽ എന്നിവയുടെ വിൽപ്പനയിൽ നിന്ന് കിട്ടുന്നതിന്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെച്ചിരിക്കുന്നു. കരുണ പാലിയേറ്റീവ് പ്രസിഡന്റ് പി ഷാജിത്ത്, സീനറ്റ് ചെയർമാൻ പ്രദീപ് കുമാർ, പിലിക്കോട് പഞ്ചായത്ത് അംഗങ്ങളായ ടി ഓമന, കെ പി ശാന്ത എന്നിവർ സംസാരിച്ചു. സീനറ്റിന്റെ പ്രതിനിധികളായി പി ആർ ജയചന്ദ്രൻ, കെ രഘുനാഥ്, പ്രസാദ് എന്നിവരും സംബന്ധിച്ചു. കരുണ പാലിയേറ്റീവ് വളണ്ടിയർ പുഷ്പ സ്വാഗതവും സെക്രട്ടറി കെ വി പ്രസാദ് നന്ദിയും പറഞ്ഞു. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ആന്തരികമായി കാരുണ്യമുള്ള ഒരു മനസ്സിന്റെ ഉടമയായി മാറുന്ന തിരിച്ചറിവ് നേടിയാണ് ചടങ്ങിനെത്തിയവർ പിരിഞ്ഞുപോയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 57ാമത് ബേക്കൽ ഉപജില്ലാ കലോത്സവത്തിന് വേദി ഉണർന്നു. കലോത്സവ ലഹരിയിൽ ഇക്ബാൽ സ്കൂൾ. പെരിയ കേന്ദ്ര സർവകലാശാലയ്ക്ക് മുമ്പിൽ സമീപവാസികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് BJP നേതാക്കൾ. നോട്ട് പ്രതിസന്ധി, പ്രതിഷേധവുമായി വ്യാപാരികളും രംഗത്ത്. അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം. നീലേശ്വരത്ത് സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമിക് സമ്മേളനം 2017 ഫെബ്രുവരി 19 പടന്നയിൽ നടക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ആത്മയുടെ പ്രൊജക്ട് ഡയറക്ടറേറ്റ് കെട്ടിടോദ്ഘാടനം നടന്നു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള രാജീവൻ സ്മാരക നാടകോത്സവത്തിന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.